ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മഴ ഉണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. പെലച്ചയ്ക്ക് നീക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, പെട്ടെന്നില്ല മഴ കാരണം. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷമാണ് നീച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് വേഗം പോയി കുളിച്ചു. പിന്നെ ഇതാകണേ കുറച്ച് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പട്ടാണിക്കടലയും കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നലെ കുറച്ച് ചക്ക വരട്ടി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ചീനച്ചട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടോ ഒരു കുപ്പിക്കൊക്കെ ആക്കി വെച്ചു. അതൊക്കെ സിങ്കിൽ വെള്ളം പാർന്നിട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ മൈദയും ചോറും ഉപയോഗിച്ചിട്ടുള്ളൊരു വെറൈറ്റി ചായക്കടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം പൊറാട്ടേൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചോറ് ഞാൻ കുറച്ചെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ വരെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണേ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ മൈദയിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചോറ് വെച്ചിട്ടാണ് മൈദ കുഴച്ചെടുക്കണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ പറയും വേണ്ടി വരില്ല കേട്ടോ. ഇത് കുറുമക്കറീൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ അതാ ചോറ് നല്ല പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ മൈദയിലേക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടാണ് ആദ്യം മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിലൊക്കെ കൊട്ടി പിടിക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചോറ് വെച്ചിട്ട് ഇപ്പം എങ്ങനെ ചെയ്യാൻ പറ്റുമോ, മൈദയല്ലേ കൊട്ടൂലേ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കാതെ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സൂപ്പറായിട്ടുള്ള എന്താ പറയുക, പൊറാട്ടേനെ പോലത്തെ ഒരു ചപ്പാത്തി കിട്ടും കേട്ടോ. ഈ ചപ്പാത്തിന്നോ ബട്ടർ നാനെന്നോ അല്ലെങ്കിൽ പൊറാട്ടോന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ നമ്മൾ വെള്ളം പോരാത്തതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതാ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തു. അതിനിടയ്ക്ക് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സ്ലൈം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് മല്ലിക്കെട്ടി അങ്ങനെ കുഴക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ അങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ സമയമില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു അരമണിക്കൂർ എന്തായാലും വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഗ്യാസമ്മലാണ് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കറിയും ഗ്യാസമ്മലാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വേഗം തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കട്ടെ. മക്കൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ വിചാരിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. പക്ഷേ വെറുതെയാണ്, ഒരാളെയൊക്കെ നിർബന്ധിച്ച് ചോറ് കൊടുത്തായിരിക്കും. കണ്ണൻ എപ്പോഴും എന്താ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ ആ കടി മതി കേട്ടോ. ഓനതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അനുമോക്ക് ഞാൻ നിർബന്ധിച്ച് ചോറ് കൊടുത്തായിരിക്കും കേട്ടോ. ചോറൊക്കെ കൊണ്ടുപോകണത് ഒരു രസമല്ലേ, സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമാണ്. പക്ഷേ മക്കൾക്ക് ചായക്കടി എന്ന് മതി എന്ന് പറയും. അപ്പോൾ വേഗം തീയൊക്കെ കത്തിച്ചു. അപ്പം ഞാൻ തീ കത്തിച്ചത് കണ്ടില്ലേ, ആ ഒരു പാത്രത്തിൽ കുറച്ച് തുണികൾ പിച്ചിട്ടിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. എന്നാൽ കുറച്ച് മണ്ണെണ്ണ മതിയല്ലോ, അപ്പോൾ തീ കത്തി കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഞാൻ അതൊക്കെ കഴിഞ്ഞ് അച്ചതാകണ പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ ഒന്ന് കട്ടൻ ചായ കുടിക്കണ ഒരു ശീലമുണ്ട് കേട്ടോ അച്ചയ്ക്ക്. അപ്പോൾ പിന്നെ അത് കൊടുത്തു. ഒരുവിധം എല്ലാ ആൾക്കാരും അങ്ങനെ രാവിലെ ചായ കുടിക്കുമല്ലോ അല്ലേ, വെറും വയറ്റിൽ. ആ പച്ച കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്. നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറുമക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ പൊട്ടിച്ച് ചിരവിയെടുത്ത് പാലൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിലേക്കാണ്ട് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതാകണ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണമെന്നില്ല, ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആഫ്രിക്കൻ മല്ലിയിലല്ലേ, അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യമൊന്നും അതിടുന്നത് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയായിട്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരുവിധം കറിയിലൊക്കെ ഇടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറുമക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കടി കുറച്ച് സമയം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ലല്ലോ, ചൂടോടെ അങ്ങനെ ഓരോരുത്തർക്ക് കഴിക്കാമല്ലോ വേണ്ടവർക്ക്. അപ്പോൾ എന്തായാലും സമയമുണ്ട്, കടിയൊക്കെ ആവാൻ ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. മക്കൾക്ക് 9 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ അതാ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങൾ ഞാനൊന്ന് കഴുകി എടുക്കുകയാണ്. ഈ പാത്രങ്ങളൊന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ചോറിന് അരി ഇടണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ
വീട്ടിൽ നിന്ന് അച്ഛൻ കുറച്ച് മീൻ കൊടുത്തയച്ചിരുന്നേ. അപ്പോൾ മത്തിയാണ്. അപ്പോൾ ഞാൻ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് തലയുണ്ടായിരുന്നു. ആ തല ഇന്നലെ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി അത് കറി വയ്ക്കാൻ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ട പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ റേഷനരി കഴുകിയിട്ട് അടുപ്പത്തിടുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് വെന്തോളുമല്ലോ. അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അരിയും കൂടിയും കഴുകിയിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും നിൽക്കാതെ ഒരു സെക്കൻഡ് പോലും എവിടെയും കളയാതെ വേഗം അടുക്കളയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വേഗം പണികൾ ഒരുങ്ങും കേട്ടോ. അപ്പോൾ ചിലർക്കുണ്ടാവും ഇത്ര സമയമായില്ലേ, ഇന്നിപ്പോൾ ഒന്നും ഒരുങ്ങൂല, ഇന്നിപ്പോൾ എല്ലാം ആക്കം പോലെ ആവട്ടെ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആക്കം പോലെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ ആവുള്ളൂ. അല്ല, നമ്മൾ വേഗം ചെയ്യട്ടെ ഇത്ര സമയത്തിനുള്ളിൽ, സമയത്തിനോടൊന്ന് മത്സരിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീരും നമ്മളെ പണികളൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യണത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ക്ലോക്കിക്ക് നോക്കിയിട്ട് അതിനോടൊന്ന് മത്സരിക്കും. അപ്പോൾ വേഗം പണികളൊക്കെ തീരും. പിന്നെ അതാ അമ്മ നീച്ച് വന്നിട്ട് പയറൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പയർ ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ടെ. അപ്പോൾ ഈ ആഴ്ച ചന്തയിൽ പോയപ്പോൾ എന്താ പറയുക, 2 കിലോനോ 2.5 കിലോ പയറിന് 50 രൂപയാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു കേട്ടോ, ഈ ആഴ്ച ഉപ്പേരിയും ചോറും സാമ്പാറും ഒക്കെ പയർ കൊണ്ട് വെക്കാനുള്ളത്. അപ്പോൾ അമ്മ അങ്ങനെ ഓരോന്ന് പറയായിരുന്നു. 5 കിലോ കിട്ടിയിരുന്നു 100 രൂപയ്ക്ക് എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പയറാണ് കേട്ടോ. ചില സമയത്ത് ഈ ഒരു പയറിന് 120 അല്ലെങ്കിൽ 80, 90 അങ്ങനെയൊക്കെ വില വരലുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഇത്ര വേഗം എത്ര കുറഞ്ഞതൊന്നും അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അങ്ങനെ ഞാനും അമ്മയും ഓരോന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി വേഗം ഞാനിതൊന്ന് ബോളാക്കി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമാണിത് ഉണ്ടാക്കാൻ, ഒരൊട്ടലും പിടിക്കലും ഒന്നുമില്ല കേട്ടോ. നമ്മളെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസാക്കിയിട്ടാണിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നും കൂടി മയം കിട്ടും. ഇതന്നെ നല്ല മയമുണ്ട്. ഗോതമ്പ് പൊടി ഇനിയിപ്പോൾ 2 കപ്പ് മൈദ എടുക്കുമ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല മയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഓരോ ബോൾ എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കനം കുറച്ച് പരത്തുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ആക്കി കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ആക്കി കൊടുക്കുന്നത്. ഇവിടെ വെളിച്ചെണ്ണയാണ് അധികം യൂസ് ചെയ്യല് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പൊടി വിതറി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഓയിൽ വെളിച്ചെണ്ണയോ ബ്രഷ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മടക്കുക. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊറാട്ടേനേക്കാളും എളുപ്പമായിട്ട് തോന്നിട്ടോ അത് ഉണ്ടാക്കാൻ എനിക്ക്. എന്നാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് പറഞ്ഞില്ലേ. പിന്നെ അതാ ഒരു പാൻ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ 2 സൈഡിലും കുറേശ്ശെ വെളിച്ചെണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാകണ കണ്ണം നീച്ച് വന്നിട്ട് കേട്ടോ. നല്ല മടിയാണെന്ന് നീക്കാനൊക്കെ. നല്ല തണുപ്പാണ് പറഞ്ഞിട്ട് പുതപ്പൊക്കെ പൊതിച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് സ്കൂളിലേക്ക് പോകണം അമ്മ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. നന്ദൂര് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്ദു രാവിലെ തന്നെ സൈക്കിളുമ്മ കയറിയിട്ടുണ്ട്. ഓർക്ക് മഴ കണ്ടപ്പോൾ നല്ല മടി കേട്ടോ. മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മക്ക് തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല പണിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീരെ പോവില്ല. അപ്പോൾ പിന്നെ അവരോട് പോകണ്ടെന്നൊന്നും പറഞ്ഞില്ല, പോവാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ 3 സ്കൂളിലേക്കൊക്കെ പോയി കേട്ടോ. ആദ്യം ഒരു മടി ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അതാ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി എന്താ പറയുക, പൊറാട്ടയ്ക്ക് വെക്കണ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ മക്കൾ ചോദിക്കുമായിരുന്നു ഒന്ന് പൊറാട്ടയാണോ, അമ്മയും അതന്നെ ചോദിച്ചത് കേട്ടോ. ഇത് കണ്ടപ്പോൾ പക്ഷേ പൊറാട്ടയല്ല, പൊറാട്ടേനെ പോലൊരു എന്താ പറയുക ചപ്പാത്തിയോ ബട്ടർ നാനോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ കണ്ടില്ല അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല 2 അറകളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അറകളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മടക്കി കൊടുക്കുന്നത്. പിന്നെ അമ്മ അതാ ഞാനതൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറിക്കുള്ള ഉള്ളിയൊക്കെ അരിയാണ് കേട്ടോ. പിന്നെ ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട്. പിന്നെ റൈസ് കുക്കറിലേക്കൊന്നും വെച്ചില്ല കേട്ടോ. അടുപ്പത്ത് വേറെ വെക്കാനൊന്നും സമയമായിട്ടില്ല. അപ്പോൾ പിന്നെ റൈസ് കുക്കറിലേക്കൊന്നും വെച്ചില്ല. പിന്നെ എല്ലാവരും ചായ കുടിയും മക്കളെ പുറപ്പെടലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദോനി അനുമോളെയും ഞാൻ കൊണ്ടാക്കി കൊടുക്കും. കണ്ണ സ്കൂളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് തക്കുണ്ട്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഏതായാലും സ്കൂളിലേക്ക് പോണ ആ ഒരു സമയത്ത് കുറച്ച് തക്കം തോന്നിയിട്ടോ. അപ്പോൾ പിന്നെ മക്കൾ പോവുകയാണ്. അപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോവാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങിയിട്ടോ. മക്കൾ പോണതിൻ്റെ മുന്നേ തന്നെ മഴ തുടങ്ങി. എന്നാലും ഇപ്പോൾ പോവാതിരിക്കാൻ പറ്റൂലല്ലോ, കുറച്ച് നടക്കാണ്ട് കേട്ടോ സ്കൂളിലേക്ക് ഇവിടുന്ന്. അപ്പോൾ എല്ലായിടത്തും മഴ ഉണ്ടോ? കൂട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് മഴയും കാറ്റും വെള്ളപ്പൊക്കവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. സ്കൂളിലൊന്നും ഏതായാലും അവധിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങൾ ഏതായാലും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നന്ദോട്ടിനെയും അനുമോളെയും കൊണ്ടേക്കാൻ പോവുകയാണ് കേട്ടോ.
അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്